ക്യാൻസർ എന്ന രോഗത്തിന് ചികിത്സയിലാണ് മണിയൻപിള്ള രാജു. ക്യാൻസർ വന്നപ്പോഴും അതിന് ചികിത്സ തേടിയപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ പ്രചോദനം നൽകിയത് മമ്മൂട്ടിയുടെ വാക്കുകളാണെന്ന് മണിയൻപിള്ള രാജു മനസ്സ് തുറക്കുന്നു. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ തളർന്നു പോയി എന്നും മമ്മൂട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ എടാ നീ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരണമെന്നും നമ്മൾ ഇവിടെ 200 കൊല്ലമൊന്നും ജീവിക്കാൻ വന്നവരല്ലെന്നും നീ ഫൈറ്റ് ചെയ്യണം, സുഖമായി തിരിച്ചു വരണം എന്ന് പറഞ്ഞ് മമ്മൂട്ടി സമാധാനിപ്പിച്ച വിവരം മണിയൻപിള്ള രാജു പറയുന്നു. മമ്മൂട്ടിയും മോഹൻലാലും വീട്ടിലെത്തി ഒരുപാട് നേരം സംസാരിച്ചിരുന്നു, ധൈര്യം പകർന്നു. ഒരുപാട് തിരക്കുള്ള മമ്മൂട്ടിയും മോഹൻലാലും തന്നെ കാണാനും ഒപ്പം ഇരുന്ന് ആശ്വസിപ്പിക്കാനും എത്തിയത് ഏറെ സന്തോഷിപ്പിച്ച കാര്യമാണെന്ന് മണിയൻപിള്ള രാജു പറയുന്നു. ഗണേഷ് കുമാർ, രഞ്ജിത്ത്, അച്ഛൻ കുഞ്ഞ് അങ്ങനെ വളരെ കുറച്ച് സുഹൃത്തുക്കളെ കാണാനെത്തിയുള്ളൂ. കാരണം സന്ദർശകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുഖമില്ലാതിരുന്നപ്പോൾ ചേട്ടൻ മരിച്ചുപോയെന്ന് അറിഞ്ഞല്ലോ എന്ന് ഔചിത്യമില്ലാതെ ഒരാൾ വിളിച്ചു ചോദിച്ചുവെന്നും ഒരു കല്യാണത്തിന് പോയപ്പോൾ ഷുഗറാണോ ശരീരം ഓഞ്ഞു പോയല്ലോ എന്ന് ചോദിച്ചവരുമുണ്ട്. ജീവിതത്തിൽ എന്നും പൊരുതി ജീവിച്ച താൻ ക്യാൻസറിനെയും തോൽപ്പിച്ച് നഷ്ടപ്പെട്ട ശരീരഭാരം വീണ്ടെടുത്ത് വീണ്ടും സിനിമയിൽ അഭിനയിക്കുകയും സിനിമ നിർമ്മിക്കുകയും ചെയ്യുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ഒരു അഭിമുഖത്തിൽ മണിയൻപിള്ള രാജു പറഞ്ഞു. ഞാൻ നിസാര കാര്യങ്ങൾക്ക് സെൻസിറ്റീവ് ആവുന്ന ആളാണ്, പക്ഷെ അത് കുറച്ചു സമയം മാത്രമേ നിൽക്കുകയുള്ളൂ. ഒരു ഫൈറ്റർ ആണ് ഞാൻ ഒരു പോരാളിയായി തന്നെ തിരിച്ചു വരും. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1973 മുതൽ 75 വരെ അഭിനയം പഠിച്ച് പുറത്തിറങ്ങി. 78 വരെ സിനിമയൊന്നും കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞു, നാളെ ഒരു കാലത്ത് എന്റെ പോസ്റ്റർ ഈ മരത്തിൽ തൂങ്ങും. ഞാൻ അങ്ങനെ പൊരുതി വന്ന ആളാണ്. ക്യാൻസറിനെ വളരെ പോസിറ്റീവായി നേരിട്ട ആളാണ് നടൻ ഇന്നസെന്റ്. ഞാൻ പലരോടും പറയാറുണ്ട്, ക്യാൻസർ വന്ന ആളുകൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ടത് ഒരു പുസ്തകമാണ്, ക്യാൻസർ വാർഡിലെ ചിരി എന്ന ഇന്നസെന്റ് എഴുതിയ പുസ്തകം. അത് വായിച്ചാൽ ക്യാൻസർ വന്ന ഒരാളിന് ജീവിക്കാൻ പ്രചോദനം കിട്ടും. ഇപ്പോൾ അത് സ്കൂൾ കുട്ടികൾക്ക് പഠന വിഷയമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്യാൻസർ വന്നു കഴിഞ്ഞ് 10-12 വർഷങ്ങൾ പിന്നെയും ഇന്നസെന്റ് ജീവിച്ചു. പിന്നീട് ന്യൂമോണിയ വന്നാണ് ഇന്നസെന്റ് മരിച്ചത്, ക്യാൻസർ മൂലമല്ല. പണ്ടത്തെ പോലെ ക്യാൻസറിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലേറ്റസ്റ്റ് ടെക്നോളജിയും മരുന്നുകളും ഒക്കെ ഉണ്ട്, രക്ഷപ്പെടും. അതുകൊണ്ട് ക്യാൻസർ വന്നാൽ ജീവിതം തീർന്നു എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ചു കാലം കൂടി ഇവിടെ തന്നെ കാണും, മണിയൻപിള്ള രാജു പറഞ്ഞു നിർത്തി.